മതി മോളെ. ആ പോരാ, ഇതൂടെ കഴിക്കും. ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണെന്നൊക്കെ പറഞ്ഞല്ലോ, വീടെവിടെയാ? സത്യം പറഞ്ഞ നാടും വീടും ഒക്കെ മനസ്സിൽ നിന്ന് പോയിട്ട് നാളുകളേറെയായി. മാമലെ കണ്ടോന്ന് കേട്ടിട്ടുണ്ടോ മോള്? അതെവിടെയാ? ദൂരെയാ, മലഭാഗമാ. അവിടെയായിരുന്നു വീട്. മക്കൾ എത്ര പേരുണ്ട്? ഭർത്താവ് എന്ത് ചെയ്യോ? ഭർത്താവ് എന്നെ കണ്ണീര് കുടിപ്പിക്കാനായിട്ട് ജീവിതത്തിലേക്ക് കയറി വന്ന ആള്. താലിമാല വരെ വിറ്റു കുടിച്ചു. ആള് ജീവിച്ചിരിപ്പുണ്ടോ? ആ ഞങ്ങൾക്ക് അത്യാവശ്യം പിടിപാടൊക്കെ ഉണ്ട്. സൂചനകൾ എന്തെങ്കിലും തന്നാ അന്വേഷിക്കാൻ വഴിയുണ്ട്. പരാതി കൊടുക്കാം, പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാം. പണ്ടത്തെ പോലെ അല്ല, ഇപ്പൊ നിയമങ്ങളുണ്ട്. മക്കൾക്ക് അച്ഛനും അമ്മയൊന്നും അങ്ങനെ ഇറക്കി വിടാൻ പറ്റില്ല. അതുപോലെ ഭർത്താവിനും നഷ്ടപരിഹാരം കൊടുക്കണം, ചെലവിനും കൊടുക്കണം. ഒരു കാര്യം ചെയ്, അവരുടെ പേരും വിലാസവും ഒക്കെ താ. രാധാമണി അമ്മ ഒന്നും അറിയണ്ട. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. വേണ്ട മോളെ, ഞാൻ ഏതായാലും ഇങ്ങനെയായി. അവരിനി അവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. അങ്ങനെ ക്ഷമിച്ചു കൊടുക്കണ്ട രജനി. വരട്ടെ, നമുക്ക് നോക്കാം. ഇതാ കഴിക്ക്. മോളെ മതി, മോള് ചെല്ല്. ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം. അമ്മ പോയെ, ഞാൻ ചെയ്തോളാം. മോളെ നീ ഇനി നാട്ടുകാര്യങ്ങളിൽ ശ്രദ്ധിച്ചാ മതി. ഒരു MLA ചെയ്യാനേ ഒരുപാട് ജോലിയുണ്ട്. വീട്ടുജോലിക്ക് കുഴപ്പമുണ്ടെന്നല്ല, ഇനി അങ്ങോട്ട് അതിനൊരു സമയം കിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞതാ. രാധാമണിക്ക് കഞ്ഞി മതിയെന്ന് പറഞ്ഞു. ഞാൻ കഞ്ഞി ഉണ്ടാക്കാനാ വന്നേ. കഞ്ഞി ഞാനുണ്ടാക്കാം അമ്മേ. MLA മന്ത്രിയൊക്കെ ആയാലും വീട്ടുകാരിയായി നിൽക്കുമ്പോഴുള്ള സുഖവും സന്തോഷവും അതൊന്നും വേറെ തന്നെയാ. സത്യം. വീട്ടിലുള്ളവരുടെ സ്നേഹം കിട്ടുക, അതിന്റെ സന്തോഷം അറിയുക, അതിന്റെ ഒരു ഫീല് നിയമസഭയിൽ കിട്ടില്ലല്ലോ. റിസൾട്ട് വന്ന ദിവസം അമ്മ എനിക്ക് പായസം തന്നില്ലേ, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. പായസത്തിന്റെ മധുരത്തെക്കാൾ അമ്മയുടെ സ്നേഹത്തിന്റെ മധുര മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നേ. ഞാനത് നന്ദുവിനോട് പറയുകയും ചെയ്തു. ഞാൻ ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയട്ടെ മോളെ. എന്താ അമ്മേ? നീ തന്നെ വേണമായിരുന്നു രാമപുരത്തുനിന്ന് ജയിക്കാൻ. അമ്മേ അങ്ങനെ പറയല്ലേ. ഞാൻ കാര്യമായിട്ട് പറയാ. ഞാൻ മത്സരിച്ചത് അരുന്ധതിയെ തോൽപ്പിക്കാനാ. പക്ഷെ നീ മത്സരിച്ചത് നാടിനു വേണ്ടി നല്ലത് ചെയ്യാനാ. ഈ മണ്ഡലത്തിന്റെ ഭാഗ്യമാ അവർക്ക് നിന്നെ പോലൊരു MLA കിട്ടിയത്.